ബിരിയാണിയാണ് കേട്ടോ. നമ്മൾ കുക്കറിനകത്ത് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇത് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി കുക്കർ അടുപ്പത്ത് വെച്ച് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതാ ഒരു 5 സ്പൂണോളം നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നെയ്യ് ഇത്ര ആവശ്യമില്ലെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ബാക്കി നമുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ നെയ്യിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു സവോളയുടെ ചെറുതായിട്ട് അരിഞ്ഞ സവോള ഇട്ട് കൊടുക്കുക. ഇത് ആദ്യം നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം കേട്ടോ കുറച്ച്. അപ്പൊ ഇത് ഞാനിപ്പോൾ ഒരെണ്ണത്തിന്റെ സവോള ഫുള്ള് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. നമ്മുടെ സവോള റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പം ഇത് നമുക്കിനി കോരി മാറ്റാം. ഇല്ലെങ്കിൽ ഇതിനൊരു കരിചവ് വരും. നമ്മൾ ഒരുപാട് എന്താ പറയുക ഡാർക്ക് കളർ ആയി കഴിയുമ്പോഴത്തേക്കും അതിന്റെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പൊ നമുക്കിത് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് നട്ട്സും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇതാ നട്ട്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇപ്പൊ ഇതാ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ആ നെയ്യ് തന്നെ ആവശ്യത്തിനുണ്ട്. നിങ്ങൾക്ക് കുറവുണ്ട് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ ഇനി ഇതിനകത്തേക്ക് തന്നെ നമ്മളുടെ കണ്ടോ കറുവപ്പട്ട, അതുപോലെ ഏലക്ക ഒരു 3 എണ്ണം. നമ്മൾ ഒരുപാട് മസാലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കടിക്കുമ്പോൾ ഭയങ്കര ഒരു കുത്തൽ ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അതുപോലെ ഗ്രാമ്പു 3 എണ്ണം. പിന്നെ ഇത് ഈ തക്കോലം ഒരു ചെറിയ പൂ പോലത്തെ ചെറുതാണ് ഇട്ട് കൊടുക്കണത്. പിന്നെ കുറച്ച് പെരിഞ്ജീരകമാണിത്. അപ്പൊ ഇത്ര ഇട്ട് കൊടുക്കാം. പയ്യെ ഇതൊന്ന് മൂത്ത് വരട്ടെ ചെറുതായിട്ട് കേട്ടോ. പെട്ടെന്ന് ആയിക്കോളും. കാരണം നമ്മുടെ നെയ്യ് നന്നായി ചൂടായിരിക്കുന്നതാണല്ലോ. അപ്പൊ അത് കുറച്ചതാ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ തരും. ഓക്കെ, അത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഞാനിതൊരു 4 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു വലിയൊരു വെളുത്തുള്ളിയുടെ ഒരു ഫുൾ ഇതുണ്ടല്ലോ, ആ ഫുൾ വെളുത്തുള്ളിയും അരച്ചെടുത്തിരിക്കുന്നതാണ്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി. ഇത് 3ഉം കൂടി പേസ്റ്റായിട്ട് അരച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ദാ ഇതിന്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ബാക്കിയുള്ള 2 സവോള, നമ്മുടെ ഗ്രേവി എത്ര വേണം, ഗ്രേവി മീൻസ് നമുക്ക് ഒരു ഉള്ളിയൊക്കെ കുറെ സവോളയൊക്കെ കിടക്കുന്ന കുറെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. ഞാനിപ്പോൾ ഒരു 2 സവോളയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അതരിഞ്ഞത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാണ്. ഇനി ഇത് നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം. കണ്ടോ, ഇപ്പൊ നമുക്ക് ആ സവോള ഇടുമ്പോ അറിയാം നമുക്ക് ഓയിൽ ഇച്ചിരി വേണമെന്ന്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ചും കൂടി നെയ്യാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. നെയ്യുടെ ടേസ്റ്റ് ആണ് നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെയ്യ് തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാണ് ഈ സവോള ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ദേ നമ്മുടെ സവോള വഴണ്ട് വന്നിട്ടുണ്ടോ കുറേശ്ശെ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഞാനൊരു വലിയ തക്കാളിയാണ് ഇട്ടേക്കുന്നത്. ആ പുളിയുടെ അനുസരിച്ചാണ്, ഒരുപാട് പുളിയുടെ ആവശ്യമില്ല. അപ്പൊ ഞാനൊരു വലിയ തക്കാളി ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ തക്കാളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ട് മെൽറ്റായി വേണം. നന്നായിട്ടൊന്ന് തക്കാളി അലിഞ്ഞു വരുന്നവരെ ഇളക്കി കൊടുക്കാം. തീ കുറച്ചിടുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് 1 സ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. കാരണം ഞാൻ ഓൾറെഡി ചിക്കന് മഞ്ഞൾപ്പൊടിയും മുളകും ഉപ്പും തിരുമ്മി വെച്ചിരിക്കണം, അതുകൊണ്ടാണ്. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതിനകത്തേക്ക്. ഇനി ഈ പൊടികളുടെ ആ ഒരു പച്ച സ്മെല്ല് മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇതാ ഇതിന്റെ ആ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴണ്ടു വന്നു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ 1/2 കിലോ ചിക്കനാണ് കേട്ടോ.
ഇത് ഞാൻ 1.5 സ്പൂൺ മുളക് പൊടിയും അതുപോലെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു 20 മിനിറ്റ് ആയി. അപ്പം ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ടൈം ഉണ്ട് എങ്കിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടിടാം. അപ്പോൾ അത് ടേസ്റ്റ് കൂടും, ഇച്ചിരി കൂടി നല്ലതായിരിക്കും. നമ്മളിപ്പോൾ ഈസി രീതിയിൽ കാണിക്കുന്നതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. ഫ്രൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടിയിരിക്കും. ഇതാ വേണ്ട, നമ്മുടെ ചിക്കൻ ഇട്ടു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 സ്പൂൺ തൈര്, ഇത് ഞാൻ അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതാ 2 വലിയ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്തു. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില നല്ലൊരു ഫ്ലേവർ തരും, മല്ലിയിലയും പുതിനയിലയും. അതുപോലെ കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ ഉണ്ടല്ലോ, സവോള, അത് നമുക്ക് ഇതിനകത്ത് കുറച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ടേസ്റ്റ് ഇച്ചിരി കൂടി കൂട്ടും. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ നമ്മളിത് നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി നമ്മൾ ഇതിനകത്തേക്ക് 2 കപ്പ് അരിയാണ് ഞാൻ കഴുകി വാരിയെടുത്തത്. ഇത് കുതിർത്തൊന്നും ഞാൻ വെച്ചൊന്നുമില്ല, പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കുന്ന രീതി ആയതുകൊണ്ടാണ്. ഇത് കഴുകി വാരിയെടുത്ത ബസുമതി റൈസ് ആണ് നീളമുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ റൈസ് ഫുള്ള് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ചിക്കനും ഈ റൈസും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഞാൻ കഴുകിയിട്ട് ഇത് നന്നായിട്ട് വെള്ളം തോർത്തി കളഞ്ഞായിരുന്നു. കാരണം ഇതിനകത്ത് വെള്ളത്തിന്റെ അളവുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ വ്യത്യാസം വരും. കാരണം ചിക്കനിൽ വെള്ളമുണ്ട്, ഇനി നമ്മൾ ഒഴിക്കുന്ന വെള്ളവും എല്ലാം കൂടി ആകുമ്പോൾ അതൊരു ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അപ്പൊ ഇതായി നമ്മള് ഇതും കൂടി മിക്സ് ചെയ്തു. 2 മിനിറ്റ് നമ്മളിതൊന്ന് ഇങ്ങനെ വെച്ചേക്കാം. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും കുറച്ചൊക്കെ വെള്ളമൊക്കെ പോലെ ഉണ്ടെങ്കിൽ അതും കൂടി ഇത് പയ്യെ തോർന്ന് കിട്ടും. അതുമല്ല, ഈ അരി കറക്റ്റായിട്ട് വെന്ത് കിട്ടാൻ ഇത് നല്ലതാണ് കേട്ടോ. വിട്ട് വരാൻ വേണ്ടി നമ്മൾ ഇത് ഇച്ചിരി ഒന്ന് ചൂടാക്കിയതിന് ശേഷം കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മളുടെ ഇത് ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് നല്ല തിളച്ച വെള്ളം, ചൂടുവെള്ളം, അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, ആ ഒരു കണക്കിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 2 ഗ്ലാസ് അരിയുണ്ട്. അപ്പോൾ നമ്മൾ 3 ഗ്ലാസ് വെള്ളം നല്ല തിളപ്പിച്ചത്, നമ്മൾ ഏത് പാത്രത്തിനാണോ അരി എടുക്കുന്നത് അതേ പാത്രത്തിൽ വേണം അളന്ന് നമ്മൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ 3 ഗ്ലാസ് വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, എല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്തു. റൈസിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഇത് ഇച്ചിരി ഉപ്പ് മുന്നോട്ട് നിന്നില്ലെങ്കിൽ നമ്മുടെ ഈ റൈസ് വെന്ത് വരുമ്പോൾ ഉപ്പുണ്ടാവില്ല. എന്ന് വെച്ചാൽ ഒരുപാട് ഇട്ട് കൊടുക്കാൻ പാടില്ല. ആ റൈസിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ഇതിനകത്തേക്ക് 1 സ്പൂൺ നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ തൈരിനാണെങ്കിലും ടൊമാറ്റോക്കാണെങ്കിലും ഒത്തിരി പുളിയൊന്നും ഇല്ലാത്തതാണ്. പിന്നെ ഈ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത് ഈ റൈസ് എന്താ പറയുക കുഴഞ്ഞ് ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ സാധാരണ ബിരിയാണിയുടെ റൈസ് വേവിക്കുന്ന സമയത്ത് ഒന്നുകിൽ നാരങ്ങ നീര് അല്ലെങ്കിൽ നാരങ്ങയുടെ ജസ്റ്റ് ഒരു തൊണ്ടിട്ട് കൊടുത്താലും മതി, അങ്ങനെ അത് ഒട്ടിപ്പോകത്തില്ല. അപ്പോൾ ഇപ്പം നമ്മളുടെ എല്ലാ ഇതും റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ടു, എല്ലാം കറക്റ്റായി. ഇനി നമുക്ക് കുക്കർ അടച്ചു വെക്കണം. ഞാൻ ഈ കുക്കർ അടച്ചു വെക്കാൻ പോവുകയാണ്. വെയിറ്റുകളൊക്കെ ചെക്ക് ചെയ്ത് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം കുക്കർ അടച്ചു വെക്കാൻ. അപ്പം നമ്മൾ കുക്കർ ലോക്ക് ചെയ്തു. ഇനി നമ്മൾ ഇത് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഇടണം. ഇത് അതിനുശേഷം നമുക്ക് ഈ വിസിൽ വരുന്ന ആ ഒരു സൗണ്ട് വരുമല്ലോ ചെറുതായിട്ട്, ആ ഒരു സൗണ്ട് വരുന്ന നേരത്തെ നമ്മൾ കുക്കർ ഓഫ് ചെയ്ത് വെക്കുക. അതായത് വിസിൽ കേൾക്കുന്നതിന് മുമ്പ് തന്നെ കുക്കർ ഓഫ് ചെയ്യണം നിങ്ങൾ. അതായത് വിസിൽ കേൾക്കാൻ സൗണ്ട് ആകുകയും ചെയ്യും, എന്നാൽ വിസിൽ വരണ്ട, അതിന് മുമ്പ് അത് ഓഫ് ചെയ്ത് വെച്ചോളുക. അപ്പോൾ ഇത് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിം വെച്ചു നമുക്ക് വെയിറ്റ് ചെയ്യാം. വിസിലടിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മളിത് ഓഫ് ചെയ്ത് വെച്ചാണ്. ഇപ്പോൾ ഇതിൻ്റെ എയറൊക്കെ നന്നായി പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ചൂടുണ്ട്.
അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും അതുപോലെ തന്നെ നട്ട്സ് അതായിട്ട് കൊടുക്കാം. ഇനി കുറച്ചുകൂടി മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ഈസിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ആ വിസിൽ വരുന്നതിന് തൊട്ട് മുമ്പ് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. അതിനുശേഷം ഫുൾ എയർ പോയതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ കറക്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് വേഗം തന്നെ അപ്പൊ ഇതെല്ലാം കൂട്ടുകാരും കണ്ടത് എങ്ങനെയാണ് ചിക്കൻ ബിരിയാണി കുക്കറിനകത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്ക് വളരെ ഈസിയാണ്, ബാച്ചിലേഴ്സിനൊക്കെ പ്രത്യേകിച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ബിരിയാണിയാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ